ഹലോ, എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ 2 എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് ഇവിടെ സ്വാഗതം കേട്ടോ. അപ്പോൾ വരാനിരിക്കുന്ന 2 എപ്പിസോഡ് തന്നെയാണ്. അപ്പോൾ ഇന്ന് രാവിലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡിൻ്റെ ബാലൻസാണ് ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത് ഇന്നലെ അപ്ലോഡ് ചെയ്യാനായിട്ട് വെച്ചിരുന്നതാണ്. പക്ഷേ ഇവിടെ റേഞ്ച് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല ജിയോയ്ക്ക്. അത് കാരണം എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. പത്രമാറ്റ് മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. മൗനരാഗത്തിൻ്റെ പ്രൊമോവും അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്, അതും നടന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിന്ന് മാക്സിമം പറ്റുന്ന രീതിക്കൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. സൺഡേ അല്ലേ, അപ്പോൾ കുറച്ചുകൂടെയൊക്കെ തിരക്കുള്ള ദിവസമല്ലേ നമ്മൾ. എന്തായാലും നോക്കാം നമുക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് പോവാം. അപ്പോൾ ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ചിട്ട് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിയാണെങ്കിൽ ആ ഒരു പലിശക്കാരൻ്റെ അടുത്തിരുന്നുകൊണ്ട് തനിക്ക് ഈ തവണത്തെ ഓട്ടമൊക്കെ വളരെ കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ ഇത്തവണ തരാനായിട്ട് കുറച്ച് പൈസയേ ഉള്ളൂ, ഓട്ടം കൂടുന്നത് വരെ ഒന്ന് പലിശ കുറച്ച് കുറയ്ക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട ആ ബ്ലേഡുകാരൻ എന്ന് പറയാൻ പറ്റുമോ, അല്ല, ആ ഒരു ഫൈനാൻസുകാരനാണെങ്കിൽ കുറച്ച് കാണിക്കുകയാണ് കേട്ടോ. ഞാൻ നീ പറയുന്നത് പോലെ കേൾക്കാനായിട്ട് ഞാൻ വല്ല പട്ടിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ കുറച്ച് കാണിക്കുന്നു. എന്തായാലും സച്ചിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ടെങ്കിലും അതൊന്നും പ്രകടിപ്പിക്കുന്നില്ല. എന്നിട്ട് ആ പലിശക്കാരൻ പറയുകയാണ്, മര്യാദക്ക് നീ എനിക്ക് തരാനായിട്ടുള്ളത് തരിക, അല്ലെങ്കിൽ കാർ ഇവിടെ വെച്ചിട്ട് പൊക്കോളാൻ പറയാണ്. അപ്പോഴേക്കും സച്ചി പറയുകയാണ്, ശരി, ഞാൻ ഈ 3 ദിവസത്തിനുള്ളിൽ തരാനായിട്ടുള്ള പൈസയും പലിശയും എല്ലാം തന്നേക്കാം എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കൂട്ടുകാരനോട് പറയുകയാണ്, എല്ലാം അവൾ ഒറ്റൊരുത്തി കാരണമാണ് സംഭവിച്ചത്. അവൾ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ആ ഗജാനന്ദനെ പിടിച്ച് അന്നേ തന്നെ പോലീസിനെ ഏൽപ്പിച്ചേന് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ കൂട്ടുകാരൻ പറയാണ്, എൻ്റെ പൊന്ന് സച്ചി, നീ ഇങ്ങനെയൊക്കെ പറയല്ലേ, എന്തുകൊണ്ടാണ് രേവതി നിന്നോട് പറയാതിരുന്നത്? നിൻ്റെ ഈ ഇടുത്തിയാട്ടം കാരണമാണ്. അപ്പോൾ അതുകൊണ്ട് രേവതിനെ ഈ കാര്യത്തിൽ നീ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയാൻ കേട്ടോ. പക്ഷെ അതൊന്നും സച്ചിയുടെ തലയിലോട്ട് കയറുന്നില്ല. അപ്പോൾ സച്ചി വേഗം തന്നെ പറയുകയാണ്, എന്തായാലും നമുക്ക് ബാറിലേക്ക് പോകാമെന്ന് പറയാണ്. അപ്പോഴത്തേക്കും കൂട്ടുകാരൻ ചോദിക്കുകയാണ്, എന്താ ബാറിലേക്കോ, അത് ശരിയാവോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സച്ചി പറയാണ്, ഇപ്പം എൻ്റെ തല നിറച്ച് ഭ്രാന്ത് കയറിയിരിക്കുന്ന സമയമാണ്, അപ്പോൾ ബാറിലേക്ക് പോയാലേ ശരിയാവുള്ളൂ, നീ വാന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാരനായിട്ട് ബാറിലേക്ക് പോവുകയാണ് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രനെയും അതുപോലെ തന്നെ സുധീനെയുമാണ്. അപ്പോൾ സുധി പുതിയ ജോലിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇന്നലത്തെ അല്ല, കുറച്ച് നേരം മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പം സുധി വേറൊരു ജോലിക്കൊക്കെ കയറിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പുതിയ ജോലി എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ രണ്ടുപേരും മാറി മാറി ചോദിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ സുധി പറയുകയാണ്, എൻ്റെ സ്റ്റാൻഡേർഡിനും സ്റ്റാറ്റസിനും അനുസരിച്ചുള്ളതല്ലെങ്കിൽ പോലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോവാം എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര പറയുകയാണ്, എന്തായാലും ശ്രുതിയും അതുപോലെ തന്നെ സുധിയൊക്കെ ജോലി കഴിഞ്ഞ് ടയർഡായിട്ട് വന്നതല്ലേ, എന്തായാലും ശ്രുതി മോളെ, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ കുങ്കുമപ്പൂ ഇട്ട് പാല് കലക്കി വെച്ചിട്ടുണ്ട്, അത് തരാം, നല്ല ഉഷാറായിട്ട് നീ ഇരിക്കുമെന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി പറയുകയാണ്, ആ സുധിക്ക് വേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയുകയാണ്, ഞാൻ പാല് കുടിക്കില്ല. അപ്പോൾ ചന്ദ്ര പറയുകയാണ്, അത് പിന്നെ അവൻ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ കോഫി മാത്രമേ കഴിക്കുകയുള്ളൂ, മോളെന്തായാലും പാല് കുടിക്കുക, എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ രേവതി ഇരിക്കുന്നത് കാണുന്നത്. രേവതി ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കാണുന്ന ചന്ദ്ര രേവതിയോട് പറയുകയാണ്, ഞാനിവിടെ വെച്ചിരുന്ന പാല് നീ എവിടെ കൊണ്ട് വെച്ച്, അത് കൊണ്ടുപോയിട്ട് സ്വയം കുടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കൊണ്ടേ കളഞ്ഞിട്ടുണ്ടാവും അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും രേവതി പറയുകയാണ്, അതിന് ഞാനൊന്നും ചെയ്തിട്ടില്ല, ആ പാല് ഇതേ കുറച്ച് മാറിയിരിക്കുന്നുണ്ട്, ഇതേ കണ്ടില്ലേ, ഞാൻ മാറ്റി വെച്ചതാന്ന് പറയുകയാണ്. അങ്ങനെ ചന്ദ്രയാണെങ്കിൽ ആ പാലുമായിട്ട് നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ശ്രുതിയോട് പറയുകയാണ്, മോളെ നീ ഇത് കുടിക്കും, നല്ല ഉഷാറായിട്ടിരിക്കും നീ എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ രേവതി ഇന്ന് കാണുന്നുണ്ട്. അപ്പോൾ രേവതിക്കാണെങ്കിൽ ഭയങ്കര വിഷമം തോന്നുകയാണ് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ്, എന്തായാലും നിങ്ങളെ രണ്ടുപേരെയും ഉഴിഞ്ഞിടണം, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കണ്ണുണ്ട്. ചില ആൾക്കാരെ നമ്മളിങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നതൊക്കെ കാണുമ്പോഴേ നല്ല രീതിക്ക് അസൂയ കൊണ്ടിട്ട് നിങ്ങളെ കണ്ണുകൊണ്ട് നോക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഉഴിഞ്ഞിടണം എന്നൊക്കെ പറയാൻ കേട്ടോ. രേവതിക്ക് മനസ്സിലാവുകയാണ് അത് രേവതിയെ കുറിച്ചിട്ട് തന്നെയാണെന്ന്. അപ്പോൾ രേവതിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ വിഷമിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്താണ് സച്ചി 4 കാലിൽ വീട്ടിലേക്ക് വന്ന് കയറുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണ്ട രേവതിയാണെങ്കിൽ, അയ്യോ ഇതെന്താണ് ഇങ്ങനെയെന്ന് ചോദിച്ചുകൊണ്ട് ഓടിച്ചെല്ലുകയാണ്. അപ്പോൾ ഇത് കാണുന്ന ചന്ദ്രയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ, കാരണം രേവതിക്ക് വിഷമം വരുന്നുണ്ട്, അപ്പോൾ ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ശ്രുതി ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. അപ്പോഴത്തേക്കും സച്ചി ബോധമില്ലാതെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്. അപ്പോൾ വീഴാൻ പോകുന്ന സച്ചിയെ പിടിക്കാനായിട്ട് രേവതി നോക്കുമ്പോഴത്തേക്കും സച്ചി പറയുകയാണ്, എടി നീ എന്നെ തൊടരുത്, നീ ഒറ്റൊരുത്തി കാരണമാണ് എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചത്, നിൻ്റെ വീട്ടുകാരുടെ പ്രശ്നത്തിൽ ഞാൻ ഗജാനന്ദനെ പിടിച്ചിട്ട് അടിച്ചത് കൊണ്ടിട്ടാടി എനിക്ക് ഇത്രയും രൂപയുടെ നഷ്ടം അയാൾ ഉണ്ടാക്കി തന്നത്, എൻ്റെ കാറും പോയി,
എൻ്റെ കാറാണെങ്കിൽ കിട്ടിയിട്ടുമില്ല. പലിശക്കാരൻ്റെ അടുത്ത് ഞാൻ തല കുനിക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഇതിനൊക്കെ കാരണം നീ തന്നെയാണ്. നീ ആ കല്യാണം നടന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എത്രയോ സന്തോഷപ്പെട്ടേനെ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ആ സമയത്ത് സുധിയാണെങ്കിൽ നമ്മുടെ സച്ചിനോട് ചോദിക്കുകയാണ്, എടാ സച്ചി, നിനക്ക് നാണമില്ല എടാ, കുറേ നാളായിട്ട് നീ കുടിക്കാണ്ടൊക്കെ നടക്കുകയായിരുന്നല്ലോ, പിന്നെയും തുടങ്ങിയോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട സച്ചിക്ക് ദേഷ്യം വരെയാണ്. എടാ നീ വലിയ വർത്താനം പറയണ്ട, നീ അന്ന് ഓടിപ്പോയില്ലായിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ശ്രുതി ആകെ ഞെട്ടുകയാണ് കേട്ടോ. കാരണം ശ്രുതിക്ക് ഈ സംഭവം അറിഞ്ഞുകൂടാ. അപ്പോൾ ശ്രുതി ഇങ്ങനെ എന്താണെന്ന് ആശ്ചര്യത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വേഗം തന്നെ ചന്ദ്ര പറയണം, അവൻ കുടിച്ചിട്ട് ഓരോന്നൊക്കെ പറയുന്നതാണെന്ന് പറയാണ്. ഇതിനിടയിൽ നമ്മുടെ സച്ചിക്കാണെങ്കിൽ എക്കിട്ടം വരികയാണ് കേട്ടോ. എക്കിട്ടം അങ്ങനെയൊക്കെ പറയില്ലേ, അങ്ങനെ വന്നത്. അപ്പോൾ അങ്ങനെ വരികയാണ്. അപ്പോൾ വർത്തമാനം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ക്ലിയറായിട്ട് ഇവർക്ക് മനസ്സിലാവുന്നുമില്ല. അപ്പോൾ സച്ചിക്ക് അങ്ങനെ കിട്ടും വന്നു കഴിഞ്ഞപ്പോൾ സച്ചിയുടെ അടുത്തായിട്ട് ആ പാൽ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ആ പാല് മുഖം കഴുകിയിട്ട് കുടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ടേബിളിൽ വെച്ചേക്കായിരുന്നു. അപ്പോൾ സച്ചിയാണെങ്കിൽ ആ പാലങ്ങ് എടുത്ത് കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന ശ്രുതിക്കും ചന്ദ്രയ്ക്കും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ ചന്ദ്ര വേഗം തന്നെ പറയണം, ഞാൻ എൻ്റെ മരുമകൾക്ക് വേണ്ടിയിട്ട് കലക്കി വെച്ചിരുന്ന ബദാം പാലാണ്, അതെടുത്ത് നീ കുടിച്ചല്ലോടാന്ന് പറയാണ്. അപ്പോഴത്തേക്കും സച്ചി പറയാണ്, ആർക്ക്? ഇവക്കോ? എടി നീക്ക് അറിഞ്ഞുകൂടാന്നിട്ടാണ് ശ്രുതി, ഇവൻ്റെ സ്വഭാവം എന്താണെന്ന് ഇവൻ്റെ ചരിത്രം എന്താണെന്ന് നീ അറിഞ്ഞിട്ടില്ലല്ലോ. ഇവനെ പഠിത്തം കഴിഞ്ഞ് കുറേ വർഷമായി, ഇതുവരെ അവനൊരു ജോലിക്കും പോയിട്ടില്ല. വലിയ പഠിപ്പുണ്ടെന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഓസിന് തിന്നും കുടിച്ചും ഇങ്ങനെ നടക്കുകയാണ്. ഇവനിട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് പോലും അവൻ സ്വന്തമായിട്ട് അധ്വാനിച്ചതല്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നാക്കൊക്കെ ആടി കുഴഞ്ഞാണ് പറയുന്നത്. അതിനിടയിൽ പലരോടെ വീഴാനായിട്ടൊക്കെ പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രേവതി കയറി പിടിക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ രേവതീൻ്റെ കൈയൊക്കെ തട്ടി മാറ്റുകയാണ് ഇവൻ. അതിനുശേഷം സച്ചി വേഗം തന്നെ സുധിയുടെ കോളറിന് കുത്തിപ്പിടിക്കാൻ ചെല്ലുകയാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര വന്നിട്ട് തട്ടിയിടുകയാണ് കേട്ടോ. നീ മാറിയിക്കടാന്ന് പറഞ്ഞ് തട്ടിയിടുകയാണ്. എന്നിട്ട് ശ്രുതിയോട് പറയണം, അവൻ കുടിച്ചിട്ടുണ്ട് മോളെ, അതാണെന്ന് പറയാണ്. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുകയാണ്, കുടിച്ചിട്ടുണ്ടോ? ഇയാൾ കുടിച്ചിട്ടാണോ വന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ്, ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു, ഇതൊക്കെ ഇവിടെ സ്ഥിരം പല്ലവിയല്ലേ, ഇവൻ കുടിക്കാതെ വരുന്ന ദിവസങ്ങളില്ലേ, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മര്യാദക്കൊക്കെ വരുന്നത് കണ്ട് പിന്നെയും തുടങ്ങിയെന്ന് പറയാണ് കേട്ടോ. എന്തായാലും സച്ചി അവിടെ വലിയ രീതിയിലുള്ളൊരു പുകിൽ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് സച്ചിയുടെ അച്ഛൻ അവിടേക്ക് വരികയാണ്. സച്ചിയുടെ അച്ഛൻ വരുമ്പോൾ എന്താണ്, 4 കാലിൽ നിൽക്കുന്ന സച്ചിനെയാണ് കാണുന്നത്. അപ്പോൾ സച്ചിനോട്, എടാ നീ എന്താടാ നീ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും അച്ഛനോട് പറയണം, അച്ഛാ ഇവളൊറ്റൊരുത്തി കാരണമാണ്, ഇവള് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം എനിക്ക് ഇത്ര വലിയ നഷ്ടങ്ങൾ ഉണ്ടായത്. ഇവളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഞാൻ ആ ഗജാനന്ദനോട് തല്ലുകൊടുത്ത് ഉണ്ടാക്കിയത് കൊണ്ടിട്ട് മാത്രമാണ് ഇന്നിപ്പോൾ അയാൾ എൻ്റെ വണ്ടിയിൽ ഇങ്ങനെ കള്ളത്തരം ചെയ്ത് എന്നെ പോലീസിനെയും കൊണ്ട് പിടിപ്പിച്ചതും എൻ്റെ വണ്ടി പണിക്ക് കയറ്റിയിട്ട് അത് ശരിയാവുന്നു പോലും ഇല്ല അച്ഛാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛനോട് പരാതി പറയാണ്. ഈ സമയത്ത് ശ്രുതിക്കാണെങ്കിൽ അങ്ങ് ശ്രുതിയല്ല, നമ്മുടെ രേവതിക്കാണെങ്കിൽ അങ്ങ് കരച്ചിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേഗം തന്നെ സച്ചി പിന്നെയും തുടങ്ങുകയാണ് കേട്ടോ സുധീനെ കാണുമ്പോഴത്തേക്ക്. ഈ സുധിയില്ലേ, ഇവൻ ആ കല്യാണ വീട്ടിൽ ഒളിച്ചോടിപ്പോയി എന്ന് പറഞ്ഞിങ്ങനെ തുടങ്ങുന്നതും നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ശ്രുതി കേൾക്കാതിരിക്കാൻ വേണ്ടി വേഗം തന്നെ സുധീനെയും കൂടെ റൂമിനകത്തേക്ക് ആക്കുകയാണ്. നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, വേഗം അകത്തേക്ക് കയറിപ്പോ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറ്റി വിടുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതിക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് എന്താണെന്ന് മനസ്സിലാക്കാനും കേൾക്കാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ രവീന്ദ്രൻ സച്ചിയോട് പറയുകയാണ്, എടാ നീ റൂമിലേക്ക് പോയേ, രേവതി നീയും കൂടെ പോ, അവനോട് ഇന്നൊന്നും സംസാരിക്കേണ്ട, കുടിച്ചു വന്നവനോട് എന്ത് സംസാരിക്കാനായിട്ടാണ്, അവനോടെ കിടന്നുറങ്ങട്ടെ, നാളെ രാവിലെ പിടിക്കാമെന്ന് പറയാണ്. അങ്ങനെ സച്ചിയെ നിലത്ത് തന്നെ കിടന്നുറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ രേവതിയും രാവിലെ ഉറക്കമുളച്ചിങ്ങനെ കാത്തിരിക്കുകയാണ്. സച്ചി എഴുന്നേറ്റ് കുളിച്ചു വരുന്നതും രേവതി പറയുകയാണ്, ഇന്നലെ നിങ്ങൾ ഈ കാണിച്ച പ്രകടനങ്ങൾ അത് നിങ്ങൾക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നില്ലായിരിക്കും, പക്ഷേ എനിക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ ഇത്രയും കാലം നിങ്ങളുടെ അച്ഛനും അമ്മയും മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോഴാണെങ്കിൽ ഒരു പെൺകുട്ടി ഇവിടെ കയറി വന്നിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ മുന്നിൽ എനിക്കൊരു വിലയില്ലാത്തവളെ പോലെ ആക്കി നിങ്ങൾ എന്തായാലും. മാത്രമല്ല സ്വന്തം അച്ഛനും അമ്മയും ആവുമ്പോൾ മക്കളുടെ തെറ്റുകൾ ക്ഷമിക്കും. പിന്നെ ഞാനും അതെ, കല്യാണം കഴിഞ്ഞ് നിങ്ങളുടെ ഭാര്യയായിട്ട് വന്നുപോയി, അതുകൊണ്ട് തന്നെ ഞാനും ആ തെറ്റുകൾ ക്ഷമിച്ചേ മതിയാവുള്ളൂ. അതുകൊണ്ട് ഞാനും ക്ഷമിക്കും. പക്ഷെ പുതിയതായിട്ട് വന്നിരിക്കുന്ന ശ്രുതിക്ക് അത് നിങ്ങളുടെ ഈ കോലാഹലങ്ങൾ കാണേണ്ട ആവശ്യമോ ക്ഷമിക്കേണ്ട ആവശ്യം ഒന്നുമില്ല. മാത്രമല്ല നിങ്ങളിങ്ങനെ കിടന്ന് കാണിക്കുമ്പോൾ നിങ്ങൾ എത്ര അധ്വാനിച്ചു എന്ന് പറഞ്ഞാലും നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ട് എനിക്കൊരു വിലയുണ്ടാവില്ല. സ്വന്തം ഭർത്താവിനില്ലാത്ത വില എങ്ങനെയാണ് ഒരു ഭാര്യയ്ക്ക് കിട്ടുക? നിങ്ങളിതൊന്നും അറിയുന്നില്ല. നിങ്ങൾ ഇവിടെ കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, നിങ്ങൾ ഇറങ്ങിപ്പോകുന്നു. പിന്നീടുള്ള ബുദ്ധിമുട്ടുകൾ മുഴുവനും അനുഭവിക്കുന്നത് ഞാനാണ്, ഞാൻ മാത്രമാണ്. ഞാൻ ഈ വീട്ടിലിരുന്നുകൊണ്ട് ഞാൻ മാത്രമാണ് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. നിങ്ങൾ ഇനി ദയവ് ചെയ്തിട്ട് ദേഷ്യം വരികയാണെങ്കിൽ ഇങ്ങനെ കുടിച്ചിട്ട് വരാതിരിക്കുക. നിങ്ങൾക്ക് അത്ര ദേഷ്യം വരികയാണെങ്കിൽ
നിങ്ങൾ എന്നെ ചീത്ത പറഞ്ഞോ, അതും റൂമിലിട്ട് ചീത്ത പറഞ്ഞോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും കൂടെ ദേഷ്യം പിടിച്ച് നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ തല്ലിക്കോ, എന്നാലും കുഴപ്പമില്ല, ഇതുപോലെ ആൾക്കാരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തരുതെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി കരഞ്ഞ് തൊഴുതു പിടിച്ച് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ രവീന്ദ്രനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ അകത്തേക്ക് വരികയാണ്. എന്നിട്ട് രവീന്ദ്രൻ മോനോട് പറയുകയാണ്, എടാ സച്ചി, രേവതി പറഞ്ഞു തന്നെ എനിക്കും പറയാനായിട്ടുള്ളൂ. ഞാൻ പറയേണ്ട കാര്യങ്ങളെല്ലാം രേവതി നിന്നോട് പറഞ്ഞു. ഇനി കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. ഇനി മേലാൽ ഇതുപോലത്തെ പരിപാടി ഒപ്പിക്കരുതെന്ന് പറയാണ്. അപ്പോഴത്തേക്കും സച്ചി ഒന്നും മിണ്ടാതെ സോറി പറയണ പോലെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ രേവതിയോട് സച്ചി പറയുകയാണ്, ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറയാണ്. അപ്പോഴേക്കും രവീന്ദ്രൻ പറയാണ്, നീ എല്ലാത്തിനും കൂടുതൽ വർത്തമാനം പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നീ. ഇപ്പോൾ രേവതി പറയുന്ന കാര്യങ്ങളൊക്കെ മിണ്ടാണ്ടിരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ നിനക്ക് തന്നെ അറിയാം നീ ചെയ്തത് തെറ്റാണെന്ന്. ഇനി മേലാൽ അതൊന്നും ആവർത്തിക്കരുതെന്ന് പറയാണ്. അങ്ങനെ സച്ചിയും ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോവാണ് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ്. അപ്പോൾ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിൽ നിൽക്കുകയാണ്. അപ്പോൾ ശ്രുതിയുടെ ഫ്രണ്ട് വന്നിട്ട് ശ്രുതിയോട് ഓരോ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ശ്രുതി ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. കുടിച്ചിട്ട് വന്നതും പ്രശ്നം ഉണ്ടാക്കിയ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും ശ്രുതിയുടെ ഫ്രണ്ട് പറയുകയാണ്, എടി അങ്ങനെയുള്ള ഒരുത്തരുള്ളപ്പോൾ നീ അവിടെ നിൽക്കുന്നത് അത്ര സേഫായിട്ടുള്ള കാര്യമായിരിക്കില്ല. ഇപ്പോൾ ദേ സച്ചിയുടെ ഭാര്യ തന്നെ എന്തോ കാര്യം മറച്ചു വെച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അപ്പം നീ സത്യത്തിലൊരു കുട്ടിയുള്ളതും നേരത്തെ കല്യാണം കഴിഞ്ഞ വലിയ കാര്യങ്ങളാണ് മറച്ചു വെച്ചിരിക്കുന്നത്. ഇതെങ്ങാനും നീ തുറന്നു പറഞ്ഞു കഴിയുമ്പോൾ ഉള്ള അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് അറിയാലോ. എന്തോ ഭാഗ്യത്തിന് അറിഞ്ഞവൻ അന്ന് വണ്ടി ഇടിച്ച് കോമയിൽ പോയി. അല്ലായിരുന്നെങ്കിൽ ആ പിയുടെ വായിൽ നിന്ന് തന്നെ കല്യാണത്തിന് മുമ്പ് ഇതൊക്കെ അറിഞ്ഞേനെ. ഇനി അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര റിസ്ക് ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സമയത്ത് ശ്രുതിക്കാണെങ്കിലും ഭയങ്കര പേടിയാവാണ്. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ ശ്രുതി ബ്യൂട്ടി പാർലറിലേക്ക് കയറി വരുന്നത്. ശ്രുതി പോവാന്ന് പറയുകയാണ്. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുകയാണ്, അല്ല ഇന്ന് ജോലിക്ക് പോയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ്, ആ പോയി എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാരി ചോദിക്കുകയാണ് കേട്ടോ, അല്ല ശ്രുതി, കിട്ടിയ ജോലി എന്നാൽ പിന്നെയും കളഞ്ഞോ, ഇനിയും പോകുന്നില്ലേ ജോലിക്കെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി പറയുകയാണ്, നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി, എൻ്റെ ഭാര്യ പോലും എന്നോട് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നില്ലല്ലോ, പിന്നെ നിനക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ആ ശ്രുതി, എന്തായാലും നീ എൻ്റെ കൂടെ പുറത്തേക്ക് വരാൻ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ശ്രുതിയുടെ കൂട്ടുകാർ പറയുകയാണ്, നിൻ്റെ കൂടെ ലഞ്ചിന് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിരുന്നത്, മാത്രമല്ല കസ്റ്റമറും ഉണ്ട്, ഇപ്പം നീ പോയാൽ ശരിയാവില്ല എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ശ്രുതി പറയുകയാണ്, എടി നീ എങ്ങനെയെങ്കിലും ഒന്ന് ഹാൻഡിൽ ചെയ്യും, ഞാൻ എന്തായാലും ശ്രുതിയുടെ കൂടെ പോയിട്ട് വരാമെന്ന് പറയുകയാണ്. അങ്ങനെ ശ്രുതിയുടെ കൂടെ ശ്രുതി താഴത്തേക്ക് പോവുകയാണ്. പോകുമ്പോൾ എന്താണ്, ശ്രുതിയുടെ കയ്യിലൊരു കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാറ് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും ശ്രുതി ചോദിക്കുകയാണ്, അല്ല ഇതേ കാറെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി പറയുകയാണ്, അത് പിന്നെ ഞാൻ വാങ്ങിച്ച കാറ് ഇന്ന് രാവിലെയാണ് വാങ്ങിച്ചതെന്ന് പറയുകയാണ്. അപ്പോഴേക്കും ശ്രുതി പറയുകയാണ്, ഇതല്ലേ, ഇത് ഞാൻ വിശ്വസിച്ച തന്നെ, ഇത് ഏതാ ഷോറൂമിലെ കാറാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ്, ഷോറൂമിലെ കാറ് തന്നെയാണ്, അപ്പോൾ അതൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാൻ പറഞ്ഞു, അതുകൊണ്ടിട്ട് എടുത്തിട്ട് പോകുന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ച് നിന്നെയും കൂടി കൂട്ടിയിട്ട് നമുക്കൊരു ഡ്രൈവ് പോയാലോ എന്ന് വിചാരിച്ചു എന്ന് പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ശ്രുതിക്കും ഭയങ്കര സന്തോഷമാവാണ്. അങ്ങനെ ആ കാറിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ വലിയ വിശാലമായിട്ടുള്ള കാറ്, മുകളിൽ തുറക്കാനൊക്കെ പറ്റുന്ന കാറാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ശ്രുതി ആകെ എക്സൈറ്റഡ് ആവുകയാണ്. അങ്ങനെ ശ്രുതിനെയും കൂട്ടിയിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് ശ്രുതിയോട് പറയുകയാണ്, അല്ല ശ്രുതി, നീ എന്തായാലും ഈ ജോലിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം. കാരണം ജോലി ഇല്ലാണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്നെ ആരും വില മതിക്കില്ല. ഇപ്പം തന്നെ നിൻ്റെ ചേട്ടൻ അനിയൻ ഇന്നലെ കുടിച്ചിട്ട് കിടന്ന് പറഞ്ഞത് കേട്ടില്ലേ, നീ ഒരു ജോലിക്ക് പോവില്ല, വെറുതെ ഇരിപ്പാണെന്നൊക്കെ. അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. അപ്പോൾ പിന്നെ സമ്പാദിക്കാതിരുന്ന് കഴിഞ്ഞാൽ നിന്നെ ആരും വിലമതിക്കില്ല. അപ്പോൾ പിന്നെ നിൻ്റെ ഭാര്യയായി എന്നെയോ അതും ആരും വിലമതിക്കില്ല. അപ്പോൾ എന്തായാലും ശ്രുതിയുടെ മുന്നിൽ എനിക്കൊരു വില വേണമെങ്കിൽ നീ ജോലിക്ക് തന്നെ പോകണം. എന്തായാലും ഈ ജോലി ചെയ്യണോട്ടോ എന്ന് പറയാണ്. അപ്പോഴേക്കും ശ്രുതി പറയാണ്, എൻ്റെ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള ജോലിയൊന്നും അല്ലെങ്കിലും എനിക്ക് ഭയങ്കര ബോറിംഗ് ആണെങ്കിലും ഞാൻ എന്തായാലും ട്രൈ ചെയ്യാം, എന്തായാലും ഞാൻ അതിൽ നല്ലൊരു ജോലി എങ്ങനെയെങ്കിലും നോക്കും, ഉറപ്പാണ് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ശ്രുതിയുടെ ഉള്ളിലാണെങ്കിൽ ഒരു ഭയം തുടങ്ങുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രുതി ജോലിക്ക് പോവില്ല എന്നുള്ളത് നമ്മുടെ ശ്രുതിക്ക് മനസ്സിലാവുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ശ്രുതി പറയുകയാണ്, നമുക്ക് എന്തായാലും ഒരു സെൽഫിയൊക്കെ എടുക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ സെൽഫിയൊക്കെ എടുക്കുകയാണ് ഇവർ. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയും തന്നെയാണ്. അപ്പോൾ രണ്ടുപേരും ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ശ്രുതി പറയുകയാണ്, അല്ല എൻ്റെ കാലിന് ചെറിയൊരു വേദന എന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതിനെ എടുത്തൊക്കെ പൊക്കിയിട്ട് അകത്തേക്ക് കൊണ്ടുവരും. അത് ചന്ദ്ര കാണുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കും മക്കളെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി പറയുകയാണ്, എനിക്ക് ഇത്രയും നല്ലൊരു അമ്മായിയമ്മേനെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ്. സാധാരണ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഏതൊരു അമ്മായിയമ്മമാർക്കും ഇഷ്ടപ്പെടാറില്ല, പക്ഷേ എൻ്റെ അമ്മായിയമ്മ അങ്ങനെയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ
ചന്ദ്രയും തൻ്റെ മരുമകളെ വാനോളം പുകഴ്ത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന നമ്മുടെ രേവതിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ് ഈ 2 എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്ത 2 എപ്പിസോഡ് നാളെ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ.